നമസ്കാരം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ദിവസം കൂടുന്തോറും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ വിനോദസഞ്ചാരികളെ ക്രൂരമായി കൊലപ്പെടുത്തിയതാണ് സ്ഥിതിഗതികൾ വഷളാക്കിയത്. ഇന്ത്യയ്ക്കും പാകിസ്ഥാനുമിടയിലുള്ള അതിർത്തിയിൽ സംഘർഷം നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധത്തിനുള്ള സാധ്യത കൂടുതലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ സൈന്യത്തിന് ലക്ഷ്യങ്ങൾ നിശ്ചയിക്കാനും നടപടിയെടുക്കാനും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. പലതരത്തിലും പാകിസ്ഥാൻ ഇന്ത്യയെ വെല്ലുവിളിക്കുന്നുണ്ടെങ്കിലും സൈനിക ശക്തി, ആയുധങ്ങൾ, യുദ്ധവിമാനങ്ങൾ, മിസൈലുകൾ തുടങ്ങിയവയുടെ കാര്യത്തിൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനേക്കാൾ വളരെ ശക്തമാണ്. ഇന്ത്യൻ സൈന്യത്തിന് ഏറ്റവും ആധുനിക ആയുധങ്ങളുണ്ടെന്ന് മാത്രമല്ല, കവചിത വാഹനങ്ങളുടെ കാര്യത്തിലും നമ്മൾ വളരെ മുന്നിലാണ്. ശത്രുക്കൾക്ക് ഉചിതമായ മറുപടി നൽകുന്നതിനും എത്തിച്ചേരാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ എളുപ്പത്തിലും കാര്യക്ഷമമായും പെട്രോളിംഗ് നടത്തുന്നതിനും ഇത് സൈനികർക്ക് വളരെ സഹായകരമാകും. അതായത് ഇന്ത്യൻ സൈന്യത്തിനു മുന്നിൽ പാകിസ്ഥാൻ ഒന്നുമല്ല എന്നാണ് അർത്ഥം. ഗ്ലോബൽ ഫയർ പവറിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് കവചിത വാഹനങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ ലോകത്ത് 2ാം സ്ഥാനത്താണ്. ഇന്ത്യയിലാകെ 1.48 ലക്ഷത്തിലധികം കവചിത വാഹനങ്ങളുണ്ട്. ആഗോള റാങ്കിങ്ങിൽ പാകിസ്ഥാൻ 30ാം സ്ഥാനത്താണ്. ഈ ഡാറ്റ പ്രകാരം പാകിസ്ഥാനിൽ 17,516 കവചിത വാഹനങ്ങൾ മാത്രമേയുള്ളൂ. അതായത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കവചിത വാഹനങ്ങളിലെ വ്യത്യാസം 1.31 ലക്ഷം യൂണിറ്റിൽ കൂടുതലാണ്. ഇത്തരത്തിൽ ടാറ്റ, മഹീന്ദ്ര തുടങ്ങിയ ഇന്ത്യൻ കമ്പനികൾ നിർമ്മിച്ച ഇന്ത്യൻ സൈന്യത്തിൻ്റെ ചില കവചിത വാഹനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. അതിലൊന്നാണ് ആദിത്യ മൈൻ പ്രൊട്ടക്റ്റഡ് വെഹിക്കിൾ. ഒരു മൈൻ പ്രതിരോധ ശേഷിയുള്ള ആംബുഷ് പ്രൊട്ടക്റ്റഡ് ടൈപ്പ് വാഹനമാണിത്. മുകളിൽ നിന്ന് 45 ഡിഗ്രി വരെയും 10 മീറ്റർ അകലെ വശങ്ങളിൽ നിന്ന് 90 ഡിഗ്രി വരെയും വെടിയുണ്ടകളെ അതിൻ്റെ ബോഡിക്ക് നേരിടാൻ കഴിയും. ഇതുമാത്രമല്ല, IED, TNT സ്ഫോടനങ്ങളെ എളുപ്പത്തിൽ ചെറുക്കാനും ഇതിന് കഴിയും. ഇതിൻ്റെ ആകൃതിയിലുള്ള സ്റ്റീൽ മോണോകോക്ക് ഹാൾ വാഹനത്തിലെ ജീവനക്കാരെ സ്ഫോടനത്തിൻ്റെ ശക്തിയിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നു. സ്ഫോടക വസ്തുക്കളിൽ നിന്നും ചെറിയ ആയുധങ്ങളിൽ നിന്നും സംരക്ഷണം നൽകിക്കൊണ്ട് സൈനികരെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഇന്ത്യൻ സൈന്യവും സെൻട്രൽ റിസർവ് പോലീസ് സേനയും ഇത് ഉപയോഗിക്കുന്നു. ഏത് തരത്തിലുള്ള ആക്രമണത്തെയും ചെറുക്കാൻ കഴിയുന്ന ഒരു കവചിത വാഹനമാണിത്. അടുത്തതാണ് മഹീന്ദ്ര ആർമഡ് ലൈറ്റ് സ്പെഷ്യലിസ്റ്റ് വെഹിക്കിൾ. സൈനിക ഉപയോഗത്തിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഒരു ഭാരം കുറഞ്ഞ കവചിത വാഹനമാണിത്. എല്ലാത്തരം റോഡുകളിലും സുഗമമായി ഓടാൻ ഇതിൻ്റെ മോഡുലാർ ഡിസൈൻ സഹായിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതുകൂടാതെ വ്യത്യസ്ത ജോലികൾക്കായി ഇത് ക്രമീകരിക്കാനും കഴിയും. ഇത് ബാലിസ്റ്റിക് സംരക്ഷണം മാത്രമല്ല നൽകുന്നത്, ഇന്ത്യൻ സൈന്യത്തിന് മാത്രമുള്ള സവിശേഷതകളും ഇതിൽ ഉൾപ്പെടുന്നു. ഗൺ ഹാച്ച്, റൺ ഫ്ലാറ്റ് സിസ്റ്റം, ടയർ ഇൻഫ്ലേഷൻ സിസ്റ്റം, എയർ ഫിൽട്രേഷൻ, സ്കാവെഞ്ചിങ് സിസ്റ്റം തുടങ്ങിയ സവിശേഷതകളോടെയാണ് ഇത് വരുന്നത്. ഏതു തരം ആക്രമണത്തെയും എളുപ്പത്തിൽ ചെറുക്കാൻ കഴിയുന്ന തരത്തിൽ വാഹനത്തിൻ്റെ ബോഡി വളരെ ശക്തമാണ്. മൾട്ടി ലെയേർഡ് ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ്, എയർ ഫിൽട്രേഷൻ സിസ്റ്റം, ബ്ലാസ്റ്റ് മിറ്റിഗേഷൻ ഫ്ലോർ മാറ്റുകൾ എന്നിവ ഇതിനെ വളരെ മികച്ചതാക്കുന്നു. അടുത്തതാണ് മഹീന്ദ്ര മാർക്സ്മാൻ. മഹീന്ദ്ര മാർക്സ്മാൻ ഇന്ത്യയിലെ ആദ്യത്തെ കവചിത ക്യാപ്സൂൾ അധിഷ്ഠിത ഇൻഫൻട്രി മൊബിലിറ്റി വാഹനമാണ്. 6 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഇരിക്കാവുന്ന ഇരിപ്പിടങ്ങൾ ഇതിനുണ്ട്. ഏത് തരത്തിലുള്ള വെടിവെപ്പ്, ബോംബ് സ്ഫോടനങ്ങൾ, മാരകമായ ഗ്രാനേഡ് ആക്രമണങ്ങൾ എന്നിവയെ പോലും ഇതിന് എളുപ്പത്തിൽ നേരിടും. ഈ വാഹനം കമ്പനി വളരെ കരുത്തുറ്റതായി നിർമ്മിച്ചതാണ്. 2 DM 51 ഗ്രാനേഡുകളുടെ സ്ഫോടനം പോലും മാർക്സ്മാൻ എളുപ്പത്തിൽ ചെറുക്കും. സുരക്ഷയ്ക്ക് പുറമെ 270 ഡിഗ്രിയിൽ വെടിവെക്കാൻ കഴിയുന്ന ഒരു കൂപ്പോള ടററ്റ് മെഷീൻ ഗണ്ണും മഹീന്ദ്ര മാർക്സ്മാൻ വാഗ്ദാനം ചെയ്യുന്നു. അടുത്തതാണ് കല്യാണി M4. ഡ്രൈവർ, കമാൻഡർ, 12 സൈനികർ എന്നിവരുൾപ്പെടെ ആകെ 14 പേർക്ക് ഇരിക്കാവുന്ന ഇരിപ്പിട സൗകര്യം ഇതിലുണ്ട്. 14 മുതൽ 21 കിലോഗ്രാം വരെ ഭാരമുള്ള IED സ്ഫോടനങ്ങളിൽ നിന്നും ഈ കവചിത വാഹനം സംരക്ഷണം നൽകുന്നു. അടുത്തതാണ് മഹീന്ദ്ര MPV. മഹീന്ദ്ര വികസിപ്പിച്ചെടുത്ത മൈൻ പ്രൊട്ടക്റ്റഡ് വെഹിക്കിൾ എന്നത് മൈൻ റെസിസ്റ്റന്റ് ആംബുഷ് പ്രൊട്ടക്റ്റഡ് തരം കവചിത പേഴ്സണൽ കരിയറായി ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യാലിസ്റ്റ് ഓഫ് റോഡ് വാഹനമാണ്. ഈ 6 ചക്ര വാഹനത്തിൽ 230 bhp ശേഷിയുള്ള ഡീസൽ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഒരു ഓൾ വീൽ ഡ്രൈവ് സംവിധാനവും സജ്ജീകരിച്ചിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകത. ഇത്തരത്തിൽ നിരവധി പ്രതിരോധ വാഹനങ്ങളാണ് ഇന്ത്യയുടെ പക്കലുള്ളത്. പാകിസ്ഥാൻ എത്ര വെല്ലുവിളിച്ചാലും ഇന്ത്യക്ക് ചെറുത്തു നിൽക്കാൻ നിരവധി വാഹനങ്ങളും ആയുധങ്ങളുമുണ്ട്. കൂടാതെ അമേരിക്ക പോലുള്ള ഉന്നത രാജ്യങ്ങൾ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്.